നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിന്റെ തലസ്ഥാന നഗരിയായ പാട്ന ഉൾപ്പെടുന്ന ബാങ്കിപൂർ എന്ന മേഖല നിതിൻ നബീൻ എന്ന BJPയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ 2010 മുതൽ പ്രതികരിക്കുന്ന മണ്ഡലം. അദ്ദേഹം ഓരോ തവണയും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന BJPയുടെ ഉരുക്കുകോട്ടയായ ബാങ്കിപൂറിൽ ജൻ സൂരജ് പാർട്ടിയുടെ നേതാവായ എലക്ഷൻ തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോർ 20,000-ഓളം വോട്ടുകൾക്കാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അത്ഭുതകരമായ വിജയം സമ്മാനിച്ചിരിക്കുന്നത്. ഇത് BJPയുടെ വലിയ തിരിച്ചടിക്ക് തുടക്കമാകും. BJPയുടെ ഭരണമാറ്റം ബീഹാർ ജനത ആഗ്രഹിക്കുകയാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായതുപോലെയല്ല, ബീഹാറിൽ ഒരിക്കലും അവർ സാമ്രാജ് ചൗധരിയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ യുവജനത അദ്ദേഹത്തിൻ്റെ ദുശീലങ്ങൾ ഒരു രീതിയിലും അവിടുത്തെ യുവജനത അംഗീകരിക്കില്ല എന്നുകൂടി പ്രശാന്ത് കിഷോർ പറഞ്ഞത് ഏത് അർത്ഥം വെച്ചാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിൻ്റെ സമസ്ത മേഖലയിലും BJP പടർന്നു പന്തലിച്ചു എന്ന് പറയാൻ ഇനി BJPക്ക് കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ അവകാശവാദങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഇപ്പോൾ വലിയ പരാജയം അവർക്ക് നേരിടേണ്ടി വരുന്നത്. നോക്കൂ, ബാങ്കിപൂർ എന്ന മണ്ഡലം പരമ്പരാഗതമായ ഒരു കാവിക്കോട്ടയായാണ് അറിയപ്പെടുന്നത്. പാട്ന സാഹിബ് ഉൾപ്പെടെ BJPയുടെ ലോക്സഭ ഏറ്റവും സുദൃഢമായിട്ടുള്ള സാഹചര്യമാണ്. നേരത്തെ പാട്ന സാഹിബിൽ നിന്നും രവിശങ്കർ പ്രസാദ് വിജയിച്ചു വന്നത് നമുക്ക് നോക്കിയാൽ അറിയാം. 3 ലക്ഷത്തോളം ഒക്കെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ബീഹാറിൽ BJPക്ക് അടിപതറി, അതിൽ യാതൊരു സംശയവുമില്ല. EVMന്റെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമൊന്നുമല്ല. ഇപ്പോൾ കൃത്യമായും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ആ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ പോലും അതിജീവിക്കാൻ ഇവിടുത്തെ യുവജനത ഒറ്റക്കെട്ടായി നിന്നാൽ കഴിയും എന്നുള്ളത്. BJP എപ്പോഴും ഏത് സംസ്ഥാനത്തിൻ്റെ കണക്കെടുത്താലും അവർ പോളറൈസേഷനിലൂടെ, വർഗീയ ധ്രുവീകരണത്തിലൂടെയാണ് ജയിച്ച് അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വർഗീയ ധ്രുവീകരണം ഇനി ബീഹാറിൽ അധിക നാൾ വേരോടില്ല. പ്രശാന്ത് കിഷോർ 2014 നരേന്ദ്രമോദിയെ അധികാരത്തിലേറാൻ സഹായിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ വീക്ക്നെസ് എന്താണെന്ന് നന്നായി അറിയാം. മോദി ഏതൊക്കെ രീതിയിലാണ് അകപ്പെടാൻ പോകുന്നതെന്നും മോദിയുടെ രാഷ്ട്രീയ ഗ്രാഫ് താഴാൻ പോകുന്നത് ഏത് വിധമാണ് എന്നുള്ളതും പ്രശാന്ത് കിഷോറിനേക്കാൾ നന്നായി ഒരു സ്ട്രാറ്റജിസ്റ്റിന് അറിയാമോ എന്നുള്ളത് തന്നെ സംശയമാണ്. നോക്കൂ, പ്രശാന്ത് കിഷോർ നേടിയ ഈ വിജയം അത് കേന്ദ്ര നേതൃത്വത്തിനോടുള്ള മറുപടി കൂടിയാണ്. നിങ്ങൾ ഒരു സർക്കാരിനെ നയിക്കുമ്പോൾ ആ സർക്കാർ ഡിക്റ്റേറ്റർഷിപ്പിലൂടെ ഈ രാജ്യത്തെ യുവാക്കളെ മുഴുവൻ തച്ചുടയ്ക്കാനാണ് ശ്രമമെങ്കിൽ അതിനുള്ള മറുപടി കൂടിയായിരിക്കും ഈ ബാങ്കിപൂരിലെ തെരഞ്ഞെടുപ്പ് വിധി എന്ന് വ്യക്തം.